ഇന്നലെ നടന്ന പരീക്ഷ മൊത്തം ചെയ്യാം, എല്ലാം ചെയ്യാം. എല്ലാ മാക്സും ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാത്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോക്കിൽ രണ്ടെണ്ണം എളുപ്പമാണ്, പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സമയം 8 മണി 10 മിനിറ്റ്. അപ്പോൾ ഞാൻ പറയുന്നുള്ളൂ, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലെന്ത് പറയുന്നത് അത് സൈഡിൽ എഴുതി 8 മണി 10 മിനിറ്റ് എങ്കിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലെ കോണളവ് എത്ര? ഇക്വേഷൻ എന്താണ്? 30h - 11/2 ഇവിടെ h എത്രയാണ്? 30 ഗുണം 8 മൈനസ് m എന്ന് പറയുന്നത് മിനിറ്റ്, അതെന്ന് പറയുമ്പോൾ 10. 3 24 240 മൈനസ് 2 വെട്ടിപ്പോകുമ്പോൾ 5 വരും. 5 കൊണ്ട് 11 55 വരും. കുറയ്ക്കുമ്പോൾ 185 വരും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 185 ഉത്തരം തന്നെ. ഓപ്ഷനിൽ 175 ഓപ്ഷനിലുണ്ട്. 180-നേക്കാൾ വലിയൊരു ഡിഗ്രി വന്നു കഴിഞ്ഞാൽ 360 കുറയണം. അതായത് ക്ലോക്കിലെ സമയം 9:15 വരുമ്പോഴേ ഇങ്ങനെ വരുള്ളൂ. അതെന്ന് പറയാൻ 180 9:20 ആകുമ്പോഴാ ഇങ്ങനെ വരും. അപ്പൊ ഇത്രയും വരും. ഈ 180-നേക്കാൾ കൂടുതൽ വരും. പക്ഷെ ആ ആംഗിൾ അല്ല എടുക്കേണ്ടത്, കാരണം ക്ലോക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ ആംഗിളാണ് എടുക്കേണ്ടത്. ഇത് അകത്ത് വരുന്നത്. ഈ ആംഗിളും കൂടവും 360, മൊത്തത്തിൽ 360. അപ്പം 180 വരെ ഓക്കെ. അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് 360 കുറയ്ക്കണം. 175 ഉത്തരം. 185 ഉത്തരം ശരിയാണ്, പക്ഷേ അത് ഒരു കോണളവാണ്. പക്ഷെ കറക്റ്റ് സാധാരണ എടുക്കാറ് ഇതാണ്. കാരണം സമയം 8-10 എന്ന് പറയുമ്പോൾ 8 മണിക്കും 10 മണിക്കും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ചെറിയ അളവാണ് എടുക്കുന്നത്. 360 185 കുറയണം. 180 കൂടുതലാണ് വാല്യൂ കിട്ടണമെങ്കിൽ 360 കുറയണം. ഇനി അത് 175 ആൻസർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എഴുതിയാണ്, കുഴപ്പമില്ല, ശരിയാണ്. പക്ഷെ ഇതുള്ള സ്ഥിതിക്ക് ഇതാണ് ഉത്തരം. 175 ഉത്തരം. അപ്പം 180 പ്ലസ് ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ 360 അത് കുറച്ചാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല, ഇത് ഇനി ഇത്രയും ആംഗിളാണ്, നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തുള്ള ആംഗിളാണ്. അപ്പൊ ഈ ഒരു കാര്യം മാത്രം അറിയെങ്കിൽ ഒരു മാർക്ക് കിട്ടും. രണ്ടാമത് ചോദിച്ചാൽ ബോർഡ് മാസമാണ്. കഴിഞ്ഞ CPOയ്ക്കും ബോർഡ് മാസം ചോദിച്ചായിരുന്നു, ക്ലോക്കുകളൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷെ 2 ക്ലോക്കുകളൊക്കെ ചോദിച്ചില്ല. 2 ടൈപ്പ് നമുക്ക് പഠിക്കാവുന്നു, 2 സെക്ഷനാണ്. പക്ഷെ 2 ഇത് ചോദിച്ചു. അത് അവർ ഭാഗ്യം പോലും ഇരിക്കും നമ്മൾ ചോദിക്കുന്നത്. പ്ലസ് എന്നാൽ അല്ല, ഡിവൈഡ് ബൈ വന്നു കഴിഞ്ഞാൽ മൈനസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്ലസ് വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇൻറ്റു വന്നാൽ പ്ലസ് എന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൈനസ് വന്നു കഴിഞ്ഞാൽ ഇൻറ്റു എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ എത്രയാണ്? 15 പ്ലസ് 3 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 3 മൈനസ് 4. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇതിലുള്ള ചിഹ്നങ്ങൾക്കെല്ലാം ഇത് കൊടുത്തു വേണം ചെയ്യേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ആദ്യം 15 പ്ലസ് ആണ് അടുത്ത് കിടക്കണം. പ്ലസ് വരുമ്പോൾ ഏത് കൊടുക്കണം? ഡിവൈഡ് ബൈ കൊടുക്കണം. അടുത്ത ഡിവൈഡ് ബൈ വന്നു കഴിഞ്ഞാൽ ഏത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. 7 ഇൻറ്റു വന്നു കഴിഞ്ഞാൽ ഏത് കൊടുക്കണം? പ്ലസ് കൊടുക്കണം. 3 മൈനസ് വന്നാൽ ഏത് കൊടുക്കണം? ഇൻറ്റു കൊടുക്കണം. 4 ഇത് വെച്ചിട്ട് ചെയ്യണം. ഇത് വെച്ചിട്ട് ഏത് അപ്ലൈ ചെയ്യും? ബോർഡ് മാസ് വച്ച് ചെയ്യണം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ഹരണം ആദ്യം, മൾട്ടിപ്ലിക്കേഷൻ ഗുണനം അടുത്ത, കൂട്ടണം അതിനുശേഷം കുറയ്ക്കണം. ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല, അപ്പം അത് നോക്കണ്ട. ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. 15/3 എത്ര? 5. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഗുണനമാണ്. അപ്പം അടുത്ത 7 പ്ലസ് 3 4 12. അടുത്ത എന്താണ്? കൂട്ടിയാണ് ചെയ്യേണ്ടത്. ഇവിടെ മൈനസ് ചെയ്യണം, അത് അവിടെ ഇട്ടിട്ട് ഇത് കൂടെ കൂട്ടണം. കാര്യം ഇത് പ്ലസ് അല്ലേ. ഈ 5ഉം അല്ലാതെ തിരിച്ച് ചെയ്താൽ കിട്ടും, പക്ഷെ ഇങ്ങനെ ചെയ്യണം നല്ലത്. ഇത് ഇതുകൂടെ കൂട്ടണം. 17 വരും. 17 മൈനസ് 7 ഇതാണ് കറക്റ്റ് ഓർഡർ. ചില ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും, കുറച്ചിട്ട് കൂട്ടി കഴിഞ്ഞാൽ. അങ്ങനെ തെറ്റൂല, പക്ഷെ എന്നാലും ചിലപ്പോൾ തെറ്റ് വരാം. നമുക്ക് ഓർഡർ ചെയ്താൽ മതി. അപ്പൊ അതും കിട്ടും. 10 ഉത്തരം. അടുത്ത ചോദ്യം, അടുത്ത പറയട്ടോ. ഇത് കിട്ടിയില്ല, എഴുതണം, എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യമാണേ. ഒരു ക്ലോക്കിന്റെ സമയം 1 മണി 10 മിനിറ്റ്. 1 മണി
10 മിനിറ്റ്. പ്രതിബിംബത്തിന്റെ സമയം എത്ര? കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സമയം എത്ര? ഇത് 11-നേക്കാൾ കുറഞ്ഞ വാല്യൂ അല്ലേ? 11 മണിയേക്കാൾ ഒന്നല്ലേ? 11-നേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ്. 11 മണി എടുക്കാം, 11-നേക്കാൾ കുറവാണ്. 11-നേക്കാൾ കൂടി വന്നു കഴിഞ്ഞാൽ എത്ര? 23:60 കുറയ്ക്കണം. 11-നേക്കാൾ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ 11:60 കുറയ്ക്കണം. അപ്പൊ ഇവിടെ 11:60 കുറയ്ക്കേണ്ടത്. അപ്പൊ 1:10 കുറയ്ക്കേണ്ടത്. 1:10. 60 പോയാൽ 50. 11 പോയാൽ 10. 10:50 എളുപ്പത്തിൽ കിട്ടും. അടുത്തൊരു ചോദ്യം അതറിയാലോ, അറിയാലോ. അവിടെ ഫ്രെയിമിന് ചിത്രം, ഒരു പിക്ചർ ഇത്, അതിന് ഫ്രെയിം വയ്ക്കൂല്ലേ? ഫ്രെയിമിന് ചിത്രം, ചിത്രം അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നത് അതേപോലെ ഏതൊരു ചോദിക്കുന്നത്. മേശയ്ക്ക് നില, മേശയെ കവർ ചെയ്ത് വരുന്നല്ലോ, മേശ വിരിപ്പ് വന്നാൽ പിന്നെ കുഴപ്പമില്ല. കപ്പിന് സോസർ. അടുത്തത് പുറംചട്ടയ്ക്ക് പുസ്തകം. പുസ്തകത്തിന്റെ പുറംചട്ട എന്ന് പറഞ്ഞാൽ അതിന് കവർ ചെയ്ത് വരുന്നതാണ്. അതല്ലേ ഇതേപോലെ ചിത്രത്തിന് കവർ ചെയ്ത് വരുന്നത് ഫ്രെയിം. പുസ്തകത്തിന്റെ പുറംചട്ട എന്ന് പറഞ്ഞാൽ അതിനെ കവർ ചെയ്യുന്ന പേപ്പർ. അപ്പൊ അതാണ് സിമ്പിളായിട്ട് കിട്ടുമല്ലോ. അടുത്തത് ഇത് നമ്മളിവിടെ ചെയ്യിപ്പിച്ച കണക്കാണ്, സെയിം ചെയ്യിപ്പിച്ച കണക്കാണ്. ഇവിടെ 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ. ട്രെയിനിന്റെ നീളം 250 മീറ്റർ നീളം. അത് കടന്നു പോകുന്ന ഒരു പാലമുണ്ട്, ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ പാലത്തിന്റെ നീളം 150 മീറ്റർ. കടന്നു പോകുന്ന സമയം 30 സെക്കൻഡ്. സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഈ കണക്ക് അറിയണമെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു d/t, ദൂരം ബൈ സമയം എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിക്കുക, എല്ലാം കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത്. ഇവിടെ മീറ്ററിലും ഇവിടെ സെക്കൻഡ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലേ വരുള്ളൂ. ഒന്നി അത് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് കണ്ടുപിടിച്ചിട്ട് കൺവേർട്ട് ചെയ്യാം. ഏതോണം ചെയ്യാം. അപ്പം 250 മീറ്ററും 150 മീറ്ററും ഒരു പാലത്തെ ഇങ്ങനെ കിടക്കുന്ന സാധനത്തിനെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ സെയിം കണക്ക് IRB ചോദിച്ചു. IRB ഏതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ഇങ്ങനെ പോകുമ്പോൾ അതും കൂട്ടണം, ഇതും കൂട്ടണം. ഇങ്ങനെ ഉള്ളതിനാണെങ്കിൽ കൂട്ടണ്ട, കടന്നല്ലേ പോകുന്നത്. ഇങ്ങനെ ആകുമ്പോൾ ഇതിലുള്ള മൊത്തം കവർ ചെയ്യണം, ഈ ട്രെയിനിന്റെ നീളവും കവർ ചെയ്യണം. അപ്പോൾ രണ്ടും കൂട്ടണം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് കൂടെ കൂട്ടുന്നതാണ് വരുന്നത്. എത്രയാണ്? 400 മീറ്റർ ബൈ 30. ഞാൻ ഇവിടെ തന്നെ ചെയ്തു പോകാൻ കാര്യം വെച്ചാൽ ചിലപ്പോൾ മറന്നു പോകും. ചിലപ്പോൾ ഓപ്ഷൻ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും കിടക്കുന്നത്, ഒരെണ്ണം തെറ്റിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങളല്ല ചെയ്തത്, 2 ഇപ്പം തന്നെ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ 400 മീറ്ററിനെ കിലോമീറ്ററോട്ട് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 മീറ്റർ. അപ്പൊ കിലോമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം. ആ മീറ്ററിനെ ചെറിയ വാല്യൂവിനെ വലിയ വാല്യൂലോട്ടാക്കാൻ വേണ്ടി 1000 കൊണ്ട് ഹരിക്കണം. അടിയിൽ 30 സെക്കൻഡ് വരും. 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 3600 മിനിറ്റ് ആണ്. ഞാൻ 2 രീതിയും ചെയ്ത് കാണിക്കാം, ഏതാണ് എളുപ്പം നോക്കിയാൽ. ഈ 0 ഈ 2 0 വരും, വെട്ടിപ്പോകും. ഈ 0 ഈ ഓക്കെ, ഈ 0 ഈ 0 വെട്ടിപ്പോകും. ഓക്കെ, ഇനി ഇത് വരുന്നതെന്ന് വെച്ചാൽ 40/10 ഇൻറ്റു ഇത് കൊണ്ട് തിരിയും 36/3 വരും. ഈ 0 വെട്ടിപ്പോയി, തമ്മിൽ വെട്ടിപ്പോകുമ്പോൾ 12, 4 12 48 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അതാണ് ഉത്തരം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അല്ലാതെ ചെയ്യാം. 400/30 വെട്ടിപ്പോകുമ്പോൾ 40/3 എന്ന് കിട്ടും. ഇതിന് 18/5 കൊണ്ട് ഗുണിക്കണം, അല്ല ഗുണിക്കണം. വെട്ടിപ്പോകുമ്പോൾ 8 വരും, 6 വരും, 6 8 40. ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഏതാണ് എളുപ്പം അത് ചെയ്യാറ്. ഞാൻ യൂട്യൂബിൽ ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അതിന് ഇത്രയും കോംപ്ലിക്കേറ്റ് ആക്കേണ്ടത് ഇങ്ങനെ ചെയ്താൽ പറ്റുന്നു. 2 രീതിയും ചെയ്യും. ഞാൻ 10 പരീക്ഷ ഇങ്ങനെയാണ് ചെയ്തത്. കാരണം എനിക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകും. കാരണം ഞാൻ അങ്ങനെ ചെയ്യാൻ കാര്യം പറഞ്ഞുതരാം. ഈ 18/5 5/18 എനിക്ക് ഇടയ്ക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചിട്ട് ചെയ്താൽ കാരണം ഉത്തരവ് ഓപ്ഷനിൽ കാണും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. 2 ആലോചിച്ചാൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ കണക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു മോഡൽ കൂടെ ചെയ്ത് നോക്കേ. അതായത് 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം. 10നും 100നും ഇടയിലുള്ള
3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? ഇതൊരു സമാന്തര ശ്രേണി എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. 3 കൊണ്ട് നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം ഒന്നും വരാൻ പാടില്ല, മൊത്തം അടങ്ങി പോകാം. അപ്പൊ 10 മുതൽ 10നും 100നും ഇടയിലെന്നാണ് ചോദിച്ചത്. അപ്പൊ 10 അല്ലെങ്കിൽ 10ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 11നെ പറ്റും, 12നെ പറ്റും, 12 പിന്നെ അത് പറ്റും, 15 പിന്നെ 18, 21, 24 ഇങ്ങനെ പോകും. ലാസ്റ്റ് 100ന് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 99ന് പറ്റും. അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം എ 12, പൊതുവ്യത്യാസം ബി 3, an എന്ത് ടേം 99. എന്ത് ടേമിന്റെ ഇക്വേഷൻ എന്താണ്? എ പ്ലസ് കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ n-1 × d. സമാന്തര ശ്രേണിയിൽ 2 ഇക്വേഷൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. എന്ത് ടേം എത്രയും ഇപ്പൊ ഇതിൽ 21 എന്ന് പറഞ്ഞ ടേം എത്രാമത്തെ ടേം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതിൽ n കണ്ടുപിടിക്കുമ്പോൾ ഉത്തരം കിട്ടും. എന്നല്ല ഇപ്പൊ a3 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മൂന്നാമത്തെ പദം. ഇത് 3 എന്നിട്ട് സ്ഥാനത്ത് 3 കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അതേപോലെ അടുത്ത സം കാണേണ്ട Sn n/2 × 2a + n-1 × d. എനിക്ക് ആ 10നും +1 പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറന്നു പോകാത്തത്. ഇപ്പോൾ ഈ സമാന്തര ശ്രേണികൾ ചാപ്റ്റർ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇതാണ് എന്ത് ടേം. അത് പറയും എന്ത് ടേം a + n-1 × d = 99 ആണ്. ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം, മൂന്നാമത്തെ പദം, നാലാമത്തെ പദം ഇങ്ങനെ പോകും. ഈ അവസാനത്തെ പദം ആയിരിക്കും ഈ മൊത്തം ശ്രേണിയിലുള്ള പദങ്ങളുടെ എണ്ണം. അപ്പൊ അത് എത്രാമത്തെ ടൈം കണ്ടുപിടിച്ചാൽ പോയി. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എത്ര? n-1 നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാണ് കണ്ടുപിടിക്കുന്നത്. d 3 = 99. 12 അപ്പുറത്ത് കൊണ്ടുപോവാം, പ്ലസ് അല്ലേ. അപ്പൊ എത്ര വരും? 87 വരും. n-1 × d എത്രയാണ്? 3 = 12 ഇപ്പുറത്ത് പോകുമ്പോൾ 99 - 12 ആവും. 99 - 12 എത്ര വരും? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായെങ്കിൽ എനിക്ക് ചോദിക്കണം, എന്നാലും എനിക്ക് അറിയത്തുള്ളൂ. 87 വരും. 3 താഴെ കൊണ്ടുവരും. അപ്പൊ n-1 = 87/3 വരും. ഇത് വെട്ടി പോകുമ്പോൾ 29 വരും. 2 കൊണ്ട് വെട്ടുമ്പോൾ അതറിയാമോ? വെട്ടിക്കഴിയാൻ അറിയാമോ? 87നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 8ന് 2 തവണ ആണ്. ഇത് 6, ഇത് 3, 6 സിസ്റ്റം 2. അപ്പൊ ഇവിടെ 2, ആ 2 ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതണം. 27 കൂടെ 9, 3, 27. ഇപ്പൊ 29 n-1 ആണ് നമുക്ക് 29 കിട്ടിയത്. n = ഈ 1 അപ്പുറത്ത് പോകുമ്പോൾ 21 + 1 ആവും, 30. ഞാൻ ഒന്നുകൂടെ പറയാം. 100നും 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളെന്ന് പറഞ്ഞ് ചോദിച്ചില്ല. നമ്മൾ ഇതേ മോഡൽ വേറെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. ഹരിക്കുമ്പോൾ സിസ്റ്റം വരുന്നത് അതെല്ലാം ഇത് വെച്ച് തന്നെ ചെയ്യുന്നത്. അതെ പറയാം, എൻ്റെ 2-3 മോഡൽ വെറൈറ്റി ചെയ്യാം. അപ്പൊ കിട്ടും 10നും 100നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന പറഞ്ഞ സിസ്റ്റം വരാത്തത്. 10ന് ശേഷം 11, പിന്നെ 12. ഇവിടെ ഇനി അടുത്ത് പറഞ്ഞത് 4 കൊണ്ട് ഹരിക്കാവുന്നതായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മോഡലാണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ 12ന് തുടങ്ങും, 12 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 15, പിന്നെ 18. ഇങ്ങനെ 3 കൂടി പോകുമ്പോൾ അവസാനം 99 ഒന്ന് ലോക്കാവും. 100 പോകില്ല. അപ്പൊ ഇത് സമാന്തര ശ്രേണിയാണ്. ഇതിൽ നമുക്ക് എത്ര പദങ്ങളുടെ എണ്ണം എന്ന് കണ്ടുപിടിക്കുക. എന്ത് ടൈമിന്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി, അതിൽ n കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പദം 12, ബി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം 3 വെച്ചാണ് കൂടി പോകുന്നത്. an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ പദം എന്ത് ടൈം 99. a + n-1 × d എന്ന് പറയുന്നതാണ് എന്ത് ടൈമിന്റെ ഇക്വേഷൻ. n/2 × 2a + n-1 × d ആണ് സം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ 12a 12, n-1 d 3 = 99. ഈ 12 അപ്പുറത്ത് പോകുമ്പോൾ എത്ര വരും? 99 12 പോയാൽ 87 വരും. 87. അപ്പൊ n-1 × 3 = 87 കിട്ടും. ആ 3 കൊണ്ട് 87നെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 87നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3ഉം 8ഉം കൂടെ ആദ്യം വെട്ടും. 1 3 3, 2 3 6. അപ്പൊ 2 ഉത്തരം കിട്ടും. 3 3 9 ആയി പോകും. അവിടെ സിസ്റ്റം എത്ര? 2 2 2. 23 6 അല്ലേ? ഇത് സിസ്റ്റം 8ന് 2 എണ്ണം. ഈ 2 എടുത്ത് ഇവിടെ കൊടുക്കും. അപ്പൊ 27. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. പുസ്തകം പറ്റില്ല. ഇനി അത് ചെയ്യാം. അതുകൊണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 87 3. ഈ സാധനം തന്നെ നമ്മളവിടെ ചെയ്യുന്നു. 2 തവണ അടങ്ങും.
6 ശിഷ്ടം 2 27. ഇത് എങ്ങനെയാണ് ഇവിടെ ചെയ്തത്? ഇവിടെ ഇത്രയും ഇങ്ങനെ വരയ്ക്കേണ്ട, അതാണ് എളുപ്പം. 3 9 27 0 29 കിട്ടി. അപ്പൊ n-1 എന്ന് പറയും 3 താഴെ പോയി. n-1 ആണ് 29. n എന്ന് പറഞ്ഞാൽ +1 അപ്പുറത്ത് പോകും. അപ്പൊ 29 + 1 30 കിട്ടും. 30 നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത് ചെയ്തിട്ട് ഞാൻ വേറെ കണക്കണം ഇപ്പൊ ഇടാം. ഇത് ചെയ്യും. അടുത്ത ആളെന്ന് പറഞ്ഞാൽ 4. 10-നും 100-നും ഇടയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? അതാണ് ചോദ്യം. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ കണക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതേപോലെ CPOക്ക് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞ ഇതാണ്. പിന്നെ ഒരു മോഡൽ കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. അപ്പൊ അതായത് നമുക്കിപ്പോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര സംഖ്യ കിട്ടും? അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ 10-നും 100-നും ഇടയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം. 10 കഴിഞ്ഞാൽ 11 അടങ്ങോ? ഇല്ല. 12 കണക്ക്, പിന്നെ 16 20 16 4 16 24 ഇങ്ങനെ പോകും. ഏതുവരെ പോകും? 100 വരെ പോകും. പക്ഷെ 100-ന് ഇടയിലെന്നാണ് പറഞ്ഞേക്കുന്നത്, അത് ശ്രദ്ധിച്ചോളൂ. 96 വരെ പോകും. അപ്പൊ A 12, D 4, AN A plus n-1 into D സമം കിട്ടിയത് 96. A 12 plus n-1 into 4 സമം 96. 12 അപ്പുറത്ത് പോകും. n-1 into 4 സമം 12 അപ്പുറത്ത് പോകുമ്പോൾ 88 കിട്ടും. അല്ല 84 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. n-1 സമം 84/4 2 1 21 കിട്ടിയ അത് വെട്ടാനാണ് അറിയണത്. 84-നെ 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യം 8-നെ കൊണ്ട് വെട്ടണം. 2 വേണം വരും. പിന്നെ സിസ്റ്റം ഒന്നുമില്ല, അതുകൊണ്ട് 4-നെ കൊണ്ട് വെട്ടും. 1 മനസ്സിലായില്ല? മനസ്സിലായി. n-1 എന്ന് പറയുന്നത് 21. അപ്പൊ n എന്ന് പറയുന്നത് 1 അപ്പുറത്ത് പോകുമ്പോൾ 21 + 1 വരും. 22 കിട്ടും. 22. അടുത്ത ചോദ്യം ഇതാണ്. 10-നും 100-നും ഇടയിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 1 വരുന്ന സംഖ്യകളുടെ എണ്ണം. ഇതാണ് അവസാനത്തെ വെറൈറ്റി ചോദ്യം. അപ്പൊ ഇത് ചെയ്തിട്ട് കണ്ടു ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10-നും 100-നും ഇടയിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം ശ്രദ്ധിച്ചോ. പിന്നെ 10-നും 100-നും ഇടയിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 1 വരുന്നത്. നേരെ നിശേഷം ഹരിക്കാവുന്ന സിസ്റ്റം വരാത്തതാണ് കണ്ടുപിടിച്ചത്. സിസ്റ്റം 1 വരുന്ന സംഖ്യകളുടെ എണ്ണം 100-ന് ഇടയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ 10 വരില്ല 100 വരില്ല, അതിന്റെ ഇടയിലുള്ളത് 11. 4 കൊണ്ട് ഹരിച്ചാൽ എത്ര സിസ്റ്റം വരും? 4 8 പിന്നെ 3 സിസ്റ്റം വരും. 12 പൂർണ്ണമായി അടങ്ങിപ്പോകും. 13 സിസ്റ്റം 1 വരും. ഫസ്റ്റ് സംഖ്യ 13. 17 നോക്കിയാൽ 1 വരും. 21 1 വരും സിസ്റ്റം. 25. അപ്പൊ ഇങ്ങനെ 4 വെച്ച് കൂടി കൊടുക്കും. അവസാനം 100-ന് ഫുൾ അടങ്ങിപ്പോകും. തൊട്ടുമേല് 96 ഫുൾ അടങ്ങും. 97 സിസ്റ്റം 1 വരും. അപ്പൊ അവസാന സംഖ്യ 97. അതാണ് ഐഡിയ. ഇതാണ് ഇതിന്റെ എളുപ്പവഴി. എല്ലാത്തിനും ഇതാ 4 വെച്ച് കൂടി പോയത്. ഇതിന് അവസാനം കണ്ടുപിടിക്കാൻ വേണ്ടി 100-ന് ഫുൾ അടങ്ങും. ഇനി 99 എടുക്കില്ല. 99 എടുത്ത് കഴിഞ്ഞാൽ 3 സിസ്റ്റം വരും. 96-ന് അടങ്ങും. അപ്പൊ അടുത്ത സംഖ്യയിൽ ഒരു സിസ്റ്റം വരും. 97. അപ്പൊ A 13, D 4, AN 97. A plus n-1 into D. എടാ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഇത് 10 കണക്ക് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാത്തിനും A plus n-1 D എഴുതി കാണാതെ പഠിക്കും. ഈക്വൽ ടു 97. A എത്ര? 13. 13 plus n-1 into D. D എത്ര? 4 ഈക്വൽ ടു 97. 13 അപ്പുറത്തും. അപ്പം n-1 into 4 സമം 13 അപ്പുറത്ത് പോകുമ്പോൾ 97-ന് 13 കുറച്ച് കഴിഞ്ഞാൽ 4 8 84 n-1 into 4 അടിയിൽ പോകുമ്പോൾ 84/4 കിട്ടും. n-1 എന്ന് പറയുന്നത് 21 കിട്ടും. n എന്ന് പറയുന്നത് 22 കിട്ടും. അതെന്താണെന്ന് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ 12 ഫസ്റ്റ് സംഖ്യ
അടുത്ത 16. സാധാരണ നമ്മൾ എഴുതി പോകും 12, 16 എന്ന് പറഞ്ഞാൽ എഴുതി പോകണം. ഈ 12 കഴിഞ്ഞ് 16 വരെ പോകുന്ന സമയത്ത് ഒരു സിസ്റ്റം പറഞ്ഞ ഒരെണ്ണം ഉണ്ട് 13, 2 സിസ്റ്റം പറഞ്ഞ ഒരെണ്ണം ഉണ്ട് 14, 3 സിസ്റ്റം വരുന്നതാണ് 15. ഇങ്ങനെയുള്ള ഓരോ 22 സംഖ്യ 4 വെച്ച് നിശേഷം അടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലും 22 വെച്ച് പറഞ്ഞ സംഖ്യയുണ്ട്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യങ്ങൾ എപ്പോഴും 22 ഉത്തരം വരുള്ളൂ. മനസ്സിലായില്ല? അതെയാ? എങ്കിൽ ഇത് ചെയ്തിട്ട് സിസ്റ്റം 2 പറഞ്ഞാൽ കണ്ടുപിടിച്ചാണ്. ഇതും ചെയ്യുമ്പോൾ 22 വരും. ഇനി 3 ദിവസം ചെയ്യും. 4 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 3 വരുന്ന 10നും 100നും ഇടയിലുള്ള സംഖ്യ 22 ഉത്തരം വരും. നിങ്ങൾ ആ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഉത്തരം വരും. പിന്നെ അത് തെറ്റുള്ളൂ ജമ്മക്ക്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത കണക്കില്ല 10നും 100നും ഇടയിൽ എത്ര സംഖ്യകൾ വരുമെന്നാണ് അറിയേണ്ടത്. 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 3 വരണം. ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കണം. ഇതും ഉത്തരം 22 വരുന്നത്. 10ന് 10 കഴിഞ്ഞാൽ 11, 12 അല്ല ഇങ്ങനെ പോകും. 10ന് എത്ര സിസ്റ്റം 10നും 100നും ഇടയിലാണ്. 11 ഫസ്റ്റ് നമ്പർ വരും. കാര്യം എന്ന് വെച്ചാൽ 8 കഴിഞ്ഞാൽ പ്ലസ് 3 കൂടുന്നതിന് 11, അല്ലെങ്കിൽ 11ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ സിസ്റ്റം 3 വരും. അപ്പോൾ 11 ഫസ്റ്റ് നമ്പർ. പിന്നെ 15 വരും, പിന്നെ 19 വരും, പിന്നെ 23 വരും, പിന്നെ 27 വരും. ഇങ്ങനെ അവസാനം 99 പോയി നിൽക്കും. കാരണം 96നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കൊണ്ട് പോകും. 97നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം 1 വരും. 98നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം 2 വരും. 99നെ ഡിവൈഡ് ചെയ്താൽ സിസ്റ്റം 3 വരും. അപ്പം 11 തൊട്ട് 99 വരെയാണ് വരുന്നത്. അപ്പം എ എന്ന് പറയുന്നത് ഇതൊരു സമാന്തര ശ്രേണിയാണ്. 4 വെച്ച് കൂടി പോകും. എ എന്ന് പറയുന്നത് 11 വരും. ഡി എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിച്ച് 15 എടുത്ത് കഴിഞ്ഞാൽ തെറ്റും കേട്ടോ. 10നും 100നും ഇടയിലാണ്. ഡി എന്ന് പറയുന്നത് 4 വരും. ഞാൻ അതുകൊണ്ട് പറഞ്ഞില്ല, ഈ വീഡിയോ എടുത്തിട്ട് പറയാം. 10നും ഡി 4 വരും. എ എൻ എന്ന് പറയുന്നത് 99 വരും. അപ്പം എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി സമം 99. എ 11, 11 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി 4, 99. 11 അപ്പുറത്ത് പോകുമ്പോൾ 88 ആകും. എൻ മൈനസ് 1 ഇൻറ്റു 4 സമം 88. എൻ മൈനസ് 1 സമം 88/4. തെറ്റിപ്പോകുമ്പോൾ 22. സോറി, ഇത് 23 വരും കേട്ടോ. സോറി, എൻ ഈക്വൽ ടു 23 വരും. ഞാൻ പറഞ്ഞുതരാം അവിടെ 20 വരാൻ കാര്യം. ഇനി ഇതിലുള്ള മറ്റൊരു കടം കൂടെ പഠിക്കാം. നമ്മൾ 10നും 100നും ഇടയിലല്ലേ പഠിച്ചത്. 100നും 200നും ഇടയിലുള്ള നമ്മൾ ചെയ്യാം. 100നും 200നും ഇടയിൽ 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 2 വരുന്ന സംഖ്യകളുടെ എണ്ണം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് എഴുതി നോക്കിക്കോ. 100 100നും 200നും ഇടയിലാണ്. അപ്പം 100 എടുക്കാൻ പറ്റില്ല, 200 എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് സംഖ്യ കണ്ടുപിടിക്കണം. 101ന് 3 കൊണ്ട് ഹരിച്ചു കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 1 കണക്കില്ല, 10ന് 3 തവണ അടങ്ങും. 3 9. ഇത് ചെയ്യാൻ അറിയാലോ. 1 താത്തി ഇറങ്ങി 3 തവണ അടങ്ങും. 3 9. സിസ്റ്റം 2 ആണ്. നമുക്ക് വരേണ്ടത് സിസ്റ്റം 1 വരുന്നേ. അപ്പം 100 എടുക്കാൻ പറ്റില്ല. 101 എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം 2 വരും. 102 അടങ്ങും. മൊത്തം അടങ്ങി പോകും. അപ്പം 103 ഫസ്റ്റ് സംഖ്യ. 103 നോക്കിയാണ്. 103 സിസ്റ്റം 1 വന്നു. 103. അപ്പം 103, 106, 109, 112 ഇങ്ങനെ പോകും. അവസാനത്തെ സംഖ്യ കണ്ടുപിടിക്കണം. 2 വരുന്നതാണ് പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ മാറ്റി 1 ആയി. 1 കഴിഞ്ഞിട്ട് 2 കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം 103, 106, 109, 112 ഇങ്ങനെ പോകും. 200 എത്ര സിസ്റ്റം വരുന്നത് ആദ്യം നോക്കണം. 200 നമുക്ക് എടുക്കണ്ട. 199 ആണ് വേണ്ടത്. 199 സിസ്റ്റം 3 വെച്ചാൽ 3 6 18, സിസ്റ്റം 1 19, 3 6 18, സിസ്റ്റം 1 വരും. അപ്പൊ അവസാന സംഖ്യ ഏതായിരിക്കും? 199. എ എത്രയാണ്? ഇതും സമാന്തര ശ്രേണിയാണ്. 3 വെച്ച് കൂടി പോകും. എ എത്ര? 103 ആണോ എ? ഡി എത്ര? 3 ആണ് ഡി. എ എൻ എത്ര? 199 ആണ്. അപ്പൊ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് 199.
എ 103 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 3 ഇക്വൽ ടു 199. 103 അപ്പുറത്ത് പോകും. 103 അപ്പുറത്ത് പോകുമ്പോൾ 199 103 കുറയണം. 6 9 96 കിട്ടും. അപ്പൊ n മൈനസ് 1 ഇൻറ്റു 3 സമം 96 കിട്ടും. n മൈനസ് 1 സമം 96/3 കിട്ടും. 3 കൊണ്ട് വെട്ടുമ്പോൾ 3 വരും. 6 3 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 2 വരും. 32 കിട്ടും. n മൈനസ് 1 32 ആണെങ്കിൽ n സമം 33 കിട്ടും. ഇതേപോലെ 100-നും ഇടയിൽ 200-നും ഇടയിൽ 3 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 2 വരുന്ന സംഖ്യകളുടെ എണ്ണം കണ്ടെത്തുക. ഇതുകൂടെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇങ്ങനത്തെ വേറൊരു കണക്കിന് തെറ്റൂല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമ്പർ ഏതും 105 എടുത്ത് ചെയ്തെങ്കിൽ തെറ്റി. 101. യെസ്, 101 ഫസ്റ്റ് നമ്പർ. ലാസ്റ്റ് നമ്പർ 100 തന്നെ കറക്റ്റ്. 197 അല്ലേ? അപ്പം പിന്നെ ചെയ്തോ, കിട്ടിയില്ലേ? എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഇക്വൽ ടു 197. 101 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3 സമം 197. 101 അപ്പുറത്ത് പോകുമ്പോൾ 96 കിട്ടും അല്ലേ? n മൈനസ് 1 ഇൻറ്റു 3 സമം 96. n മൈനസ് 1 സമം 32. n മൈനസ് n ഈക്വൽ ടു 33. ഇതിനപ്പുറം ചോദിക്കും.